ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വില്യം ജോർജ് ബോണിൻ എന്ന സീരിയൽ കില്ലറിനെ പറ്റിയാണ്. ഫ്രീവേ കില്ലർ എന്നാണ് ഇയാൾ അറിയപ്പെട്ടിരുന്നത്. ഞാൻ ന്യായീകരിക്കാൻ പറയുവാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. മിക്കവാറും കൊലപാതകികളുടെയും നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവരുടെയും കുട്ടിക്കാലം എടുത്തു നോക്കിയാൽ അത്ര നല്ലതായിരിക്കില്ല. വില്യമിന്റെ കാര്യം തന്നെ എടുക്കാം. വില്യമിന്റെ മാതാപിതാക്കൾ ഇരുവരും മദ്യപിക്കുന്നവരായിരുന്നു. വില്യമിന്റെ അച്ഛൻ വില്യമിനെയും വില്യമിന്റെ അമ്മയെയും സഹോദരന്മാരെയും ഒത്തിരി ഉപദ്രവിക്കുമായിരുന്നു. വില്യമിന് 2 സഹോദരന്മാരാണുള്ളത്. വില്യമിന്റെ മാതാപിതാക്കൾ ഈ 3 കുട്ടികൾക്കും വേണ്ട ശ്രദ്ധയൊന്നും കൊടുത്തിരുന്നില്ല. വേണ്ടത്ര സ്നേഹവും കരുതലും ഒന്നും കിട്ടാതെ വളർന്നത് കൊണ്ട് വില്യം കുട്ടിക്കാലം മുതൽ തന്നെ ഒരു പ്രശ്നക്കാരനായിരുന്നു. സ്കൂളിലെ മറ്റു കുട്ടികളോട് വില്യം വളരെ അഗ്രസീവായിട്ടായിരുന്നു പെരുമാറിയിരുന്നത്. ഒരു തവണ വില്യം ഒരു കൂട്ടം ചെറിയ പെൺകുട്ടികളുടെ നേരെ സൈക്കിൾ ഓടിച്ചു കയറ്റി. അതിന്റെ പേരിൽ കുറച്ചുനാൾ ജുവനൈൽ ഡിറ്റൻഷൻ സെന്ററിൽ കഴിഞ്ഞു. അതിനുശേഷം വീട്ടിൽ വന്നപ്പോൾ വില്യം ഒട്ടും മാതാപിതാക്കളോട് സഹകരിക്കാതായി. 1953 6-ാമത്തെ വയസ്സിൽ വില്യമും മൂത്ത സഹോദരനായ റോബർട്ട് ജൂനിയറും ഒരു കാത്തലിക് കോൺവെന്റിൽ നിന്ന് പഠിക്കാൻ ആരംഭിച്ചു. കോൺവെന്റിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഇവൻ എന്തെങ്കിലും കുരുത്തക്കേടൊക്കെ കാണിക്കുമ്പോൾ പണിഷ്മെന്റ് ഒക്കെ കൊടുത്തിരുന്നു. അതുകൊണ്ട് കോൺവെന്റിലായിരുന്ന സമയത്ത് അവൻ ആരെയും ഉപദ്രവിച്ചിരുന്നില്ല. അവനെയായിരുന്നു മറ്റുള്ള കുട്ടികളെ ഉപദ്രവിച്ചിരുന്നത്. അവൻ പലപ്പോഴും ബുള്ളിയിങ്ങിന് ഇരയായി. ഒരു തവണ അവന്റെ സീനിയർ ആയിരുന്ന ഒരു ആൺകുട്ടി അവനെ സെക്ഷലി ഉപദ്രവിച്ചു. കോൺവെന്റിലായിരുന്ന സമയത്ത് അവന്റെ അച്ഛനും അമ്മയും വില്യമിനെയും റോബർട്ടിനെയും ഒരിക്കൽ പോലും കാണാൻ വന്നില്ല. അങ്ങനെയിരിക്കെ 1955 മെയ്യിൽ അവനെ അവന്റെ പേരൻസ് തിരികെ കൊണ്ടുവന്നു. റോബർട്ടിനെ തിരികെ കൊണ്ടുവന്നില്ല, വില്യമിനെ മാത്രമാണ് കൊണ്ടുവന്നത്. അങ്ങനെ വില്യമും ഇളയ സഹോദരൻ പോളും ഒറ്റയ്ക്കായി എന്ന് പറയാൻ കാരണം അച്ഛനും അമ്മയും ഉണ്ടെങ്കിലും ഈ കുട്ടികളെ അവർ തിരിഞ്ഞുപോലും നോക്കിയിരുന്നില്ല. അയൽക്കാരാണ് മിക്കവാറും കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നത്. കുറച്ചു നാളുകൾക്ക് ശേഷം വില്യമിന്റെ മാതാപിതാക്കൾ കുട്ടികളെ വില്യമിന്റെ അമ്മയുടെ അച്ഛന്റെ അടുത്താക്കി, അതായത് വില്യമിന്റെ മുത്തശ്ശന്റെ അടുത്ത്. വില്യമിന്റെ മുത്തശ്ശൻ കുട്ടികളെ ലൈംഗികമായി ഉപദ്രവിക്കുന്ന ഒരാളായിരുന്നു. മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമില്ലായ്മ വില്യമിനെയും സഹോദരങ്ങളെയും സാരമായി ബാധിച്ചു. 1957 ആയപ്പം വില്യം ചെറിയ രീതിയിൽ മോഷണമൊക്കെ തുടങ്ങിയിരുന്നു. അങ്ങനെ വീണ്ടും വില്യം ജുവനൈൽ ഡിറ്റൻഷൻ സെന്ററിൽ തടവിലായിരിക്കുന്ന സമയത്ത് ഡിറ്റൻഷൻ സെന്ററിലെ ഒരു കൗൺസിലർ അവനെ ലൈംഗികമായി ഉപദ്രവിച്ചു. അവനപ്പോൾ വെറും 10 വയസ്സായിരുന്നു പ്രായം. അവൻ തിരിച്ച് വീട്ടിൽ വന്ന ശേഷം ഇളയ സഹോദരനായ പോളിനോട് വളരെ മോശമായ രീതിയിൽ പെരുമാറാൻ തുടങ്ങി. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് പോൾ ഈ വിവരം അവന്റെ അമ്മയോട് പറയുന്നത്. അതറിഞ്ഞ് വില്യമിന്റെ അമ്മ വില്യമിനെയും പോളിനെയും വേറെ മുറിയിലാണ് പിന്നെ ഉറങ്ങാൻ കിടത്തിയിരുന്നത്. അതേപ്പറ്റി വില്യമിന്റെ അമ്മ അവനോട് ചോദിച്ചപ്പോൾ നിരവധി ചെറിയ കുട്ടികളോട് മോശമായി പെരുമാറിയതായി അവൻ സമ്മതിച്ചു. ടീനേജ് കാലഘട്ടത്തിൽ അവൻ ആരുമായും അടുപ്പം കാണിച്ചിരുന്നില്ല. അവന് ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവൻ ആൺകുട്ടികളോടായിരുന്നു താല്പര്യം. അത് അവന്റെ അമ്മയ്ക്കും അറിയാമായിരുന്നു. അതിന്റെ പേരിൽ അമ്മയും മകനും വഴക്ക് പതിവായിരുന്നു. 1956 വില്യം അയൽവക്കത്തുള്ള നിരവധി കുട്ടികളെ ഉപദ്രവിച്ചു. താമസിക്കാതെ അവനെ അവന്റെ അമ്മ വീട്ടിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ അവൻ ലിൻഡ എന്ന പെൺകുട്ടിയുമായി എൻഗേജ്ഡായി. അവന്റെ അമ്മയുടെ നിർബന്ധപ്രകാരമായിരുന്നു ആ എൻഗേജ്മെന്റ് ഒക്കെ നടന്നത്. സ്ത്രീകളുമായി മകന് കൂടുതൽ അടുപ്പമുണ്ടാകുമ്പോൾ ഈ ആൺകുട്ടികളോടുള്ള ഒരു അട്രാക്ഷൻ കുറയുമെന്ന് അവന്റെ അമ്മ വിശ്വസിച്ചു. അതിനുശേഷം അവൻ US എയർഫോഴ്സിൽ ചേർന്നു. എയർഫോഴ്സിലായിരുന്ന സമയത്ത് സ്വന്തം ജീവൻ പണയം വെച്ച് മുറിവേറ്റ ഒരു സഹപ്രവർത്തകനെ രക്ഷിച്ചു. അവന്റെ ആ വീരപ്രവൃത്തിക്ക് അവന് മെഡലൊക്കെ ലഭിച്ചു. എയർഫോഴ്സിലായിരുന്ന സമയത്തും അവന്റെ സ്വഭാവത്തിന് വലിയ മാറ്റങ്ങളൊന്നും വന്നിരുന്നില്ല. അവന്റെ കീഴിൽ ജോലി ചെയ്ത 2 പട്ടാളക്കാരെ അവൻ പീഡിപ്പിച്ചു. എന്നാൽ അതൊന്നും വെളിയിൽ വന്നില്ല. കാരണം സ്വന്തം ജീവൻ പണയം വെച്ചും സഹപ്രവർത്തകനെ രക്ഷിച്ച ഒരു വീരനായ ജവാനായിരുന്നല്ലോ അവൻ. അതുകൊണ്ട് 1968 21-ാം വയസ്സിൽ അവൻ മിലിറ്ററിയിൽ നിന്ന് ഡിസ്ചാർജ് ആയി. ആ സമയത്ത് വില്യമിനും ലിൻഡയ്ക്കും ഒരു ആൺകുട്ടി ജനിച്ചിരുന്നു. ലിൻഡ അവനെ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം കഴിച്ചു. അതൊക്കെ അവനിൽ ഒത്തിരി മാറ്റമുണ്ടാക്കി. 1968 നവംബർ 17-ന് 14 വയസ്സുള്ള ബില്ലി ജോൺസ് ആയിരുന്നു വില്യമിന്റെ ആദ്യത്തെ എര. വഴിയിൽ കാണുന്ന കുട്ടികളെ വീട്ടിലാക്കാം, അല്ലെങ്കിൽ അവർക്ക് പോകേണ്ട സ്ഥലത്ത് കൊണ്ടാക്കാം എന്ന് പറഞ്ഞ് കാറിൽ കയറ്റും. എന്നിട്ട് ആളില്ലാത്ത സ്ഥലത്ത് കാർ നിർത്തി ഉപദ്രവിക്കുകയായിരുന്നു വില്യമിന്റെ പതിവ്. ഉപദ്രവിച്ചതിന് ശേഷം വെളിയിൽ പറഞ്ഞാൽ കൊല്ലുമെന്ന് പറഞ്ഞ് കുട്ടികളെ ഭീഷണിപ്പെടുത്തും. 2 മാസത്തിനിടയ്ക്ക് 5ഓളം കുട്ടികളെ അവൻ ഉപദ്രവിച്ചു. എന്നാൽ ലോക്കൽ പോലീസിന് ചില കംപ്ലൈന്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ സീരിയൽ റേപ്പിസ്റ്റിനെ പറ്റി. ജനുവരി 28-ന് വില്യമിനെയും 16 വയസ്സുള്ള ഒരു ആൺകുട്ടിയെയും സംശയാസ്പദമായ സാഹചര്യത്തിൽ കാറിൽ കണ്ടെത്തി. അന്വേഷണത്തിൽ വില്യം തന്നെയാണ് സീരിയൽ റേപ്പിസ്റ്റ് എന്ന് പോലീസിന് മനസ്സിലായി. അങ്ങനെ പലതരത്തിലുള്ള എക്സാമിനേഷനൊക്കെ നടന്നു വില്യമിന്റെ മാനസിക നിലയെപ്പറ്റി. ആ എക്സാമിനേഷനിൽ വില്യം ഒരു സെക്ഷൽ സൈക്കോപാത്ത് ആണെന്ന് കണ്ടെത്തി. കുട്ടിക്കാലത്ത് പലതവണ അബ്യൂസിന് ഇരയായതും മാതാപിതാക്കളുമായുള്ള പ്രശ്നങ്ങളുമെല്ലാം അവനെ മാനസികമായി ബാധിച്ചിരുന്നു.
അവനൊരു സോഷ്യോപാത്ത് ആയിരുന്നു. അങ്ങനെ മെന്റൽ ഹോസ്പിറ്റലിൽ ആയിരിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള എക്സ്പെരിമെന്റൽ പ്രോഗ്രാമിൽ പങ്കെടുത്തു. 1978 അവന് പരോൾ കിട്ടി. ജയിലിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയ ശേഷം ഒരു വാൻ വാങ്ങി മൂത്ത സഹോദരനായ റോബർട്ട് ജൂനിയറിന്റെ കൂടെ പ്ലംബിംഗ് ജോലി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവനൊരു പുതിയ സുഹൃത്തിനെയും കിട്ടി. 43 വയസ്സുള്ള എവററ്റ് സ്കോട്ട് ഫ്രീസർ. അവന്റെ പുതിയ സുഹൃത്തിന്റെ കൂട്ടത്തിൽ അവൻ പാർട്ടിയിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. അവര് രണ്ടുപേരും ഹോമോസെക്ഷൽ ആയിരുന്നു. അത് അവരുടെ ഫ്രണ്ട്ഷിപ്പിന് കൂടുതൽ കരുത്തേകി. അങ്ങനെ അവന്റെ പുതിയ സുഹൃത്തിന്റെ വീട്ടിൽ നടന്ന ഒരു പാർട്ടിയിൽ വെച്ച് അവന് വേറെ 2 സുഹൃത്തുക്കളെയും കൂടെ കിട്ടി. 21 വയസ്സുള്ള വെർണൻ റോബർട്ടും 18 വയസ്സുള്ള ഗ്രിഗറി മാത്യൂസുമായിരുന്നു അവന്റെ പുതിയ 2 സുഹൃത്തുക്കൾ. പയ്യെ വില്യംസും വെർണനും അടുത്തു. ഗ്രിഗറി ആണെങ്കിൽ വില്യമിനെ ഒരു റോൾ മോഡൽ ആയിട്ടായിരുന്നു കണ്ടിരുന്നത്. 1979 മെയ് 8 വില്യം തന്റെ ആദ്യത്തെ കൊലപാതകം നടത്തിയത്. തോമസ് എന്നൊരു 13 വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയി മൃഗീയമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തി. തോമസിനെ കുത്തി പരിക്കേൽപ്പിക്കുകയും കഴുത്ത് ഞെരിച്ച് കൊല്ലുകയുമായിരുന്നു. വില്യമിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് വെർണനും ഉണ്ടായിരുന്നു. അങ്ങനെ വില്യം എന്ന സീരിയൽ റേപ്പിസ്റ്റ് ഒരു സീരിയൽ കില്ലറായി മാറി. വെർണൻ സീരിയൽ കില്ലറിന്റെ അസിസ്റ്റന്റും. അതിനുശേഷം 2 കൊലപാതകങ്ങൾ കൂടെ അവർ നടത്തി. ഇവരുടെ പതിവ് എന്തായിരുന്നു എന്ന് വെച്ചാൽ വഴിയിൽ കാണുന്ന കുട്ടികളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വാനിൽ കയറ്റും. എന്നിട്ട് ആളില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊലപ്പെടുത്തും. കൊലപ്പെടുത്തിയ ശേഷം വഴിയിൽ എവിടെയെങ്കിലുമൊക്കെ ഉപേക്ഷിക്കും. ഇതായിരുന്നു ഇവരുടെ ഒരു രീതി. ഇവർ പലപ്പോഴും 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയായിരുന്നു ടാർഗറ്റ് ചെയ്തിരുന്നത്. വീട്ടിൽ നിന്ന് ഒളിച്ചോടിയ വന്ന കുട്ടികൾ, ഡ്രഗ് അഡിക്റ്റ് ആയ കുട്ടികൾ, അങ്ങനെയൊക്കെയുള്ളവരാകുമ്പോഴത്തേക്ക് ആരും ചോദിക്കാനൊന്നും വരില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള കുട്ടികളെ ഇവർ തെരഞ്ഞുപിടിച്ചു. അങ്ങനെയിരിക്കെ വില്യം ഓഗസ്റ്റ് 9 ഒരു 17 വയസ്സുകാരനെ ഉപദ്രവിച്ച കുറ്റത്തിന് അറസ്റ്റിലായി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ജയിലിൽ നിന്നിറങ്ങി വില്യമും വെർണനും വീണ്ടും കൊലപാതകങ്ങൾ നടത്താൻ തുടങ്ങി. വൈകാതെ ഗ്രിഗറിയും വില്യമിനെ കൊലപാതകങ്ങളിൽ അസിസ്റ്റ് ചെയ്യാൻ തുടങ്ങി. കൊലപാതകങ്ങളൊക്കെ നടത്തുന്നതിനിടയിൽ വില്യം വീണ്ടും അറസ്റ്റിലായി. പരോളിലെ കണ്ടീഷൻസ് ഒക്കെ ലംഘിച്ചതിനായിരുന്നു അറസ്റ്റ്. വില്യം പലപ്പോഴും അറസ്റ്റിലായത് ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നൊരു കുറ്റത്തിനായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചുനാൾ കഴിയുമ്പോൾ വീണ്ടും ജയിലിൽ നിന്ന് റിലീസ് ചെയ്യും. അങ്ങനെ വീണ്ടും ജയിലിൽ നിന്നിറങ്ങി 17 വയസ്സുള്ള വില്യം റേ എന്നൊരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു. 17 വയസ്സുകാരനെ കൊലപ്പെടുത്തുന്നതിന് മുമ്പ് അവൻ വില്യമിനോട് പറഞ്ഞു വില്യം അവനോട് ചെയ്തതെല്ലാം ഇഷ്ടമായി, അവൻ അതൊക്കെ എൻജോയ് ചെയ്തു എന്ന്. അവൻ അത് എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് വില്യം ആ കുട്ടിയെ കൊന്നില്ല. പകരം റേ എന്ന കുട്ടിയെ വില്യം തന്റെ കൂട്ടാളിയാക്കി മാറ്റി. മെയ്യിൽ റേ ഒരു മോഷണ കേസിൽ അറസ്റ്റിലായി പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് അപ്പോൾ നടക്കുന്ന കൊലപാതകങ്ങളെ പറ്റിയൊക്കെ പറയുന്നത് കേട്ടു. അവന് 17 വയസ്സായിരുന്നല്ലോ പ്രായം. അതുകൊണ്ട് അവൻ ജയിലിലല്ല പോകുന്നത്, കുട്ടികൾക്കുള്ള ഡിറ്റൻഷൻ സെന്ററിലാണ്. അവൻ അവിടെയുള്ള ഒരു കൗൺസിലറിനോട് പറഞ്ഞു അവൻ ഇപ്പം നടക്കുന്ന കൊലപാതകയുടെ മോഡസ് ഒപ്പറൻഡിയെ പറ്റി അറിയാമെന്ന്. അതായത് കൊലപാതകം നടത്തുന്ന രീതിയെ പറ്റി അറിയാമെന്ന്. ശരിക്കും അതൊക്കെ അവന് പറഞ്ഞു കൊടുത്തത് വില്യംസ് ആയിരുന്നു. കൗൺസിലർ ഉടനെ ആ വിവരം പോലീസിനെ അറിയിച്ചു. പോലീസ് ചോദ്യം ചെയ്തപ്പോൾ റേ കൂട്ടാളിയാണെന്നുള്ള കാര്യം മറച്ചുവെച്ചു. പക്ഷേ വില്യംസിനെ പറ്റിയുള്ള ചില സൂചനകളൊക്കെ പോലീസിന് നൽകി. വില്യംസ് ഇതേ സമയം ജെയിംസ് എന്ന 18 വയസ്സുകാരനെ പരിചയപ്പെട്ടു. അവനൊരു സെക്സ് വർക്കർ ആയിരുന്നു. അവന് വീടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വില്യം ജെയിംസിനെ വില്യമിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ജൂൺ 1 വില്യം ജെയിംസിനോട് പറഞ്ഞു നമുക്ക് ഏതെങ്കിലും ഒരു ഹൈക്കറിനെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാമെന്ന്. ജെയിംസും അതിന് സമ്മതം മൂളി. പോലീസ് ഇതേ സമയം വില്യമിനെ പറ്റി അന്വേഷണം ആരംഭിച്ചിരുന്നു. അവനൊരു സീരിയൽ റേപ്പിസ്റ്റ് ആണ് എന്ന വിവരം അവർക്ക് കിട്ടി. പോലീസ് വില്യമിനെ സംശയിക്കാനുള്ള കാരണം റേ അറസ്റ്റിലായ സമയത്ത് വില്യമിനെ പറ്റിയുള്ള സൂചന നൽകിയിരുന്നു. ജൂൺ 1 ജെയിംസും വില്യമും പ്ലാൻ ചെയ്തു നാളെ നമുക്കൊരാളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താമെന്ന്. ജൂൺ 2 അവർ ഇരയെ തപ്പി ഇറങ്ങി. അങ്ങനെ അവർ സ്റ്റീവൻ എന്നൊരു 18 വയസ്സുകാരനെ കണ്ടുമുട്ടി. വില്യമും ജെയിംസും സ്റ്റീവനെ വില്യമിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വില്യമിന്റെ വീട്ടിൽ വെച്ച് അവനെ വില്യമും ജെയിംസും മൃഗീയമായി കൊലപ്പെടുത്തി. അതിനുശേഷം സ്റ്റീവിന്റെ മൃതദേഹം കാർഡ്ബോർഡ് ബോക്സിലാക്കി വാനിൽ കയറ്റി വെർണന്റെ അപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോയി. അപ്പാർട്ട്മെന്റിൽ എത്തിക്കഴിഞ്ഞ് വില്യം വെർണനെ വിളിച്ച് സ്റ്റീവന്റെ ബോഡി കാണിച്ചു. അപ്പോഴാണ് ജെയിംസ് അറിയുന്നത് ഇവരാണ് ഫ്രീവേ കില്ലേഴ്സ് എന്ന്. അതിനുശേഷം ബോഡി അവർ ഒരു ഗ്യാസ് സ്റ്റേഷന്റെ അടുത്ത് ഉപേക്ഷിച്ചു. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ വില്യംസ് ജെയിംസിനെ ഭീഷണിപ്പെടുത്തി. ഇന്ന് സംഭവിച്ച കാര്യങ്ങൾ വെളിയിൽ പറഞ്ഞാൽ അവനെയും കൊല്ലുമെന്ന്. ജെയിംസ് വീട്ടിൽ നിന്ന് ഒളിച്ചോടി വന്നൊരു പയ്യനായിരുന്നു. അവനൊട്ടും പ്രതീക്ഷിച്ചില്ല വില്യം ഒരു സീരിയൽ കില്ലർ ആയിരിക്കുമെന്ന്. സ്റ്റീവന്റെ ബോഡി ഉപേക്ഷിച്ച് 5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ബോഡി പോലീസ് കണ്ടെത്തിയിരുന്നു. പോലീസ് നിരീക്ഷണം ശക്തമാക്കി. ജൂൺ 11 വില്യം വീണ്ടും ഇരയെ തപ്പി ഇറങ്ങി. പോലീസ് വില്യമിനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ അവന്റെ ഇരയെ എങ്ങനെയും മാനിനുള്ളിൽ കയറ്റാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പല ആൺകുട്ടികളെയും മാനിൽ കയറ്റാൻ നോക്കിയെങ്കിലും വിജയിച്ചില്ല. അവസാനം ഒരു കുട്ടി വാനിൽ കയറി.
അവൻ അധികം ആളില്ലാത്ത സ്ഥലത്ത് വാഹനം പാർക്ക് ചെയ്ത് ആ കുട്ടിയെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഈ സമയം പോലീസ് അവനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. വാഹനത്തിനടുത്തെത്തിയ പോലീസ് വാഹനത്തിനുള്ളിൽ നിന്ന് കുട്ടി കരയുന്ന ശബ്ദം കേട്ടു. പോലീസ് എത്തി കൈയോടെ വില്യമിനെ പൊക്കി. വില്യമിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. വില്യം അറസ്റ്റിലായ വിവരം ജെയിംസ് അറിഞ്ഞു. ഉടനെ തന്നെ ജെയിംസ് വില്യമിന്റെ കാർ മോഷ്ടിച്ച് ഒളിവിൽ പോയി. ഇതേസമയം വില്യമിന്റെ വാനിൽ പോലീസ് പലതരത്തിലുള്ള ആയുധങ്ങൾ കണ്ടെത്തി. ആദ്യമൊക്കെ കൊലപാതകം നടത്തിയത് താനല്ല എന്ന് വില്യംസ് പറഞ്ഞുവെങ്കിലും അവസാനം കുറ്റസമ്മതം നടത്തി. അതിന് കാരണം വില്യംസ് കൊലപ്പെടുത്തിയ സീൻ കിങ് എന്ന കുട്ടിയുടെ അമ്മയുടെ കത്താണ്. സീൻ കിങ്ങിന്റെ ബോഡിയുടെ ലൊക്കേഷൻ പറയണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ആ കത്ത്. അങ്ങനെ സീൻ കിങ്ങിന്റെ ബോഡി എവിടെയാണ് എന്ന് വില്യം പോലീസിനോട് പറഞ്ഞു. 21 ആൺകുട്ടികളെ കൊലപ്പെടുത്തിയതായും സമ്മതിച്ചു. അവൻ കുറ്റസമ്മതം നടത്തിയപ്പോൾ അവന് ഒരു കുറ്റബോധവും ഉണ്ടായിരുന്നില്ല. പകരം നാണക്കേടായിരുന്നു. കൊന്നതിനല്ല, പിടിക്കപ്പെട്ടല്ലോ എന്ന് ഓർത്തുകൊണ്ടുള്ള നാണക്കേട്. ജൂലൈ 25-ന് വില്യമിന്റെ പ്രധാന കൂട്ടാളിയായ വെർണൻ അറസ്റ്റിലായി. വൈകാതെ റേയും ജെയിംസും അറസ്റ്റിലായി. 14 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം 1996 ഫെബ്രുവരി 23-ന് 49-ാം വയസ്സിൽ ലെതൽ ഇഞ്ചക്ഷൻ കുത്തിവെച്ച് വില്യമിനെ വധിച്ചു. മരിക്കുന്നത് വരെ അവന് ചെയ്ത തെറ്റുകളെപ്പറ്റി ഓർത്ത് ഒരു കുറ്റബോധവും തോന്നിയിട്ടില്ല. കുട്ടിക്കാലത്ത് അവൻ നേരിട്ട പീഡനങ്ങൾ മൂലമായിരിക്കാം അവൻ ഇത്രയും ക്രൂരനായത് എന്നാണ് ഈ കേസിനെ പറ്റി പഠനം നടത്തിയ പല എക്സ്പേർട്സും പറയുന്നത്. വെർണൻ അറസ്റ്റിലായി ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് തന്നെ ആത്മഹത്യ ചെയ്തു. ജെയിംസിന് 15 വർഷം ജയിൽ ശിക്ഷ വിധിച്ചു. റേ കൊലപാതകം നടത്തുമ്പോൾ 17 വയസ്സായിരുന്നല്ലോ പ്രായം. അതുകൊണ്ട് അവന് 6 വർഷത്തെ ജയിൽ ശിക്ഷ മാത്രമാണ് വിധിച്ചത്. ഗ്രിഗറിക്ക് 25 വർഷത്തെ ജയിൽ ശിക്ഷ വിധിച്ചെങ്കിലും 2016-ൽ സഹതടവുകാരന്റെ അടിയേറ്റ് കൊല്ലപ്പെട്ടു. കുട്ടിക്കാലത്ത് നേരിടുന്ന അബ്യൂസ് ഒരാളുടെ ജീവിതത്തിൽ എത്രമാത്രം നെഗറ്റീവായി ബാധിക്കുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കേസ്.